എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇംഗ്ലീഷിലെ ഇഫ് ക്ലോസ് അതായത് ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസ്. നമുക്കറിയാം ഏതൊരു എക്സാം എടുത്താലും ഇഫ് ക്ലോസ് എന്നൊരു സബ്ജക്റ്റിൽ നിന്നും എന്തുണ്ടാവും? ചോദ്യം ഉണ്ടാകും. 100ൽ 100% ഉറപ്പിക്കാവുന്ന ഒരു ഏരിയ ആണ്. അതിൽ ഒരു മാർക്ക് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അപ്പൊ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഇഫ് ക്ലോസ് ഫുൾ ആയിട്ട് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്ത് തരുകയാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം നമുക്ക്? ഇഫ് ക്ലോസ്, അതുപോലെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, റിപ്പോർട്ടർ സ്പീച്ച്, അതുപോലെ സെന്റൻസുകൾ, ടൈപ്സ് ഓഫ് സെന്റൻസ്, സബ്ജക്റ്റ് ആൻഡ് വെർബ് എഗ്രിമെന്റ്, കോൺകോർഡ്, റിലേറ്റീവ് പ്രോനൗൺ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ ഓരോരോ ക്ലാസ് ആയിട്ട് ഓരോ സബ്ജക്റ്റ് ആയിട്ട് തീർത്തു തരാം കേട്ടോ. അങ്ങനെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റുകൾ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അതുപോലെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തിട്ടും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോ നമ്മൾ ഇന്ന് ഇഫ് ക്ലോസ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ആ ഇഫ് ക്ലോസ് എടുക്കുന്ന സമയത്ത് ഇഫ് ക്ലോസിൽ പ്രീവിയസ് ആയിട്ടുള്ള ചോദിച്ച ചോദ്യങ്ങൾ കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചിട്ട് പോകാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഏതൊരു അറിയാത്ത ആൾക്കും നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നാൽ മനസ്സിലാകുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം. അതിലെല്ലാ റൂളുകളും, എത്ര റൂളുണ്ടോ ഇഫ് ക്ലോസിൽ, അത് ഫുള്ളായിട്ട് ഇവിടെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് യു ലേൺ വെൽ ഡാഷ് എന്ന് തന്നിട്ടുണ്ട്. ഇഫ് യു ലേൺ വെൽ അല്ലെ? എന്താണ് ചോദ്യം? ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഇഫ് യു ലേൺ വെൽ. അപ്പൊ ഇവിടെ ബാലൻസ് എന്താണ് ബാക്കി വരിക എന്ന ചോദ്യം. ഓക്കെ, ഇത് നമ്മുടെ ചോദ്യം വന്നിട്ട് 2017 PSC ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. ഇതാണ് ഒന്നാമത്തെ ഒരു റൂള് എന്ന് പറയുന്നത് കേട്ടോ. അതിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് തരാം. അത്രയും റൂളുകളാണ് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഇഫ് യു ലേൺ വെൽ, ഇവിടെ എന്താ പറയുക? ഇഫ് യു ലേൺ വെൽ യു വിൽ പാസ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലായോ? യു വിൽ പാസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഇതെന്ന് പഠിക്കണം. ഓക്കെ ആണോ? ഇവിടെ ഇഫിനെ തുടർന്ന് വരുന്ന ഈ ഭാഗം, ഇഫിനെ തുടർന്ന് വരുന്ന, അതായത് ഇഫ് യു ലേൺ വെൽ എന്നത് എന്താണ്? ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അതായത് എന്താ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ? പൂർണ്ണമല്ലാത്ത ഭാഗം, പൂർണ്ണമല്ലാത്ത ഭാഗം. ഓക്കെ ആണോ? ഇനി യു വിൽ പാസ് എന്നത് എന്താണ്? ഇതൊരു മെയിൻ ക്ലോസ് ആണ്. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഭാഗം എന്ന് ആണ്. ഇത് ആദ്യം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീടെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഇഫ് യു ലേൺ വെൽ, ഇഫിന് ശേഷം തുടർന്ന് വരുന്ന ഭാഗം സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അതായത് പൂർണ്ണമല്ലാത്ത ഭാഗം ആണ്. യു വിൽ പാസ് എന്നത് മെയിൻ ക്ലോസ് ആണ്. അതായത് പൂർണ്ണമായ ഭാഗം എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഇവിടെ എന്താണ്? ഇഫ് യു ലേൺ വെൽ, ഇഫ് യു ലേൺ വെൽ യു വിൽ പാസ് അല്ലെ? നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും അല്ലെ? നീ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? പാസ്സാകും. പാസ്സാകും പൂർണ്ണമായ ഭാഗമാണ്. ഇവിടെ എന്താണ്? പഠിക്കുകയാണെങ്കിൽ എന്നാണ് അല്ലെ? അപ്പൊ അതെന്താ? അതൊരു പൂർണ്ണമല്ലാത്ത ഭാഗം ആണ്. എങ്കിൽ നമുക്ക് അടുത്ത ഒരു ഇതും കൂടി നമുക്ക് നോക്കാം. ഇത് 2016 ചോദിച്ച ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. യു വിൽ get high marks. You will get high marks. ഇത് എന്താണ്? You will get high marks. ഇവിടെ ഡാഷ് എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ എന്താ വരിക? if you work hard. നോക്കിക്കോ. if you വർക്ക് ഹാർഡ്. ഇവിടെ ഞാൻ ചോദിക്കുന്ന നിങ്ങളോടുള്ള ചോദ്യം, ഇതിൽ ഏതാണ് മെയിൻ ക്ലോസ്, ഏതാണ് സബോർഡിനേറ്റ് ക്ലോസ്?
ഏതാണ്? നമ്മൾ എന്താ പറഞ്ഞത്? ഇഫിനെ തുടർന്ന് വരുന്ന ഭാഗം എപ്പോഴും എന്തായിരിക്കും? ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. അതിനുശേഷം വരുന്ന വാക്ക് മെയിൻ ക്ലോസ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഇഫ് യു വർക്ക് ഹാർഡ്, നീ കഠിനമായില്ലേ, വർക്ക് ഹാർഡ് അല്ലെ, ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിനക്ക് യു വിൽ ഗെറ്റ് ഹൈ മാർക്സ്, നിനക്ക് ഉയർന്ന മാർക്ക് ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതാണ് ഒന്നാമത്തെ റൂള്. മനസ്സിലായോ? പിന്നെ ഇവിടെ തെറ്റിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താ? അതേപോലെ ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം നമുക്ക്. ഇഫ് യു സ്റ്റഡി വെൽ, ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഇഫ് യു സ്റ്റഡി വെൽ, ഇവിടെ എന്താ? യു വിൽ, വില്ലാണ് ഇവിടെ. ഈ വില്ലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇവിടെ നിങ്ങൾ ഈ വില്ല് എന്ന വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. കണ്ടോ ഇവിടെ വില്ല്, വില്ല്. യു വിൽ എന്താണ് വരിക? സക്സീഡ്. യു വിൽ സക്സീഡ്. ഇതാണ് ഒന്നാമത്തെ ഇഫ് ക്ലോസിൽ ഒന്നാമത്തെ നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ എന്താ നമ്മൾ പഠിച്ചേ? ഇഫ് യു ലേൺ വെൽ, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിനക്ക് നല്ല മാർക്ക് പാസ്സാകും, നീ തീർച്ചയായും പാസ്സാകും. അപ്പൊ എവിടെ ശ്രദ്ധിക്കണം? ഇഫിന് ശേഷം വരുന്ന വാക്ക് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ളത് ഏതാണ്? അതാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എപ്പോഴും ഈ സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ്, മെയിൻ ക്ലോസ് ഏതാണ് എന്നുള്ളത് തെറ്റാനായിട്ട് പാടില്ല കേട്ടോ. പൂർണ്ണമായിട്ടുള്ള അർത്ഥം നൽകുന്ന ഭാഗമാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് കേട്ടോ. പൂർണ്ണമായ അർത്ഥം നൽകുന്ന ഭാഗം ഇതേതാണ്? ഇത് മെയിൻ ഏതാണ്? പൂർണ്ണമായ അർത്ഥം നൽകുന്ന ഭാഗം അല്ലെ. ഇതേതാണ്? ഇതൊരു മെയിൻ ക്ലോസ് ആണ് അല്ലെ. പൂർണ്ണമായ അർത്ഥം നൽകുന്നുണ്ട്. ഇതേതാണ്? ഇഫിനെ തുടർന്ന് വരുന്ന ഭാഗം സബോർഡിനേറ്റ് ക്ലോസ് ആണ്. പൂർണ്ണമായ അർത്ഥം നൽകാത്ത ഭാഗമാണ് ഇത്. അതേപോലെ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ സക്സീഡ്. കണ്ടോ? നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കും. ജയിക്കും പഠിക്കുകയാണെങ്കിൽ എന്നാണ് അവിടെ. കംപ്ലീറ്റ് അല്ല, പൂർണ്ണമായ അർത്ഥം തരുന്നില്ല. എന്നാൽ യു വിൽ സക്സീഡ് എന്താ? നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കും അല്ലെ. അപ്പൊ നന്നായി പഠിക്കുക എന്ന കണ്ടീഷൻ എന്താണ്? പൂർത്തിയായാൽ മാത്രമേ എന്താണോ ജയിക്കുക എന്നത് സാധ്യമാവുകയുള്ളൂ. അത് നിങ്ങൾക്കും കൂടി തരുന്നൊരു വാക്കാണ്. പൂർണ്ണമായി പഠിച്ചാൽ മാത്രമേ എന്താണ്? നിങ്ങൾ ഇഫ് ക്ലോസിൽ നന്നായി പഠിച്ചാൽ മാത്രമേ അതിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് സേഫ് ആയിട്ട് കിട്ടുകയുള്ളൂ. നിങ്ങൾ പഠിച്ചിരിക്കണം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം. ഇതിലൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് യു റൈറ്റ് ദി എക്സാം, ഇഫ് യു റൈറ്റ് ദി എക്സാം എന്തായിരിക്കും വരിക? ഇവിടെ എന്താ വരിക? യു, ഇവിടെ എന്തായാലും വില്ല് വരണം കേട്ടോ. യു വിൽ ഗെറ്റ് ദി first rank. Okay, if you write the exam you will get the first rank. ഇതില് ഇഫിനെ തുടർന്ന് വരുന്ന ഭാഗം സബോർഡിനേറ്റ് ക്ലോസ് ആണ്. പൂർണ്ണമായ അർത്ഥം തരാത്ത ഭാഗമാണ്. യു വിൽ ഗെറ്റ് ദി ഫസ്റ്റ് റാങ്ക്. ഇതാണ് മെയിൻ ക്ലോസ്. പൂർണ്ണമായ അർത്ഥം തരുന്ന ഭാഗം ആണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവിടെ റൂള്, ഇംഗ്ലീഷിലെ റൂള്, ഗ്രാമറിലെ റൂള് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. അതായത് ഇഫ് യു റൈറ്റ് ദി എക്സാം എന്ന് പറയുമ്പോൾ എന്താ? ഒരു സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആകുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കണം? ഒന്നുമില്ലെങ്കിൽ വില്ല്, അല്ലെങ്കിൽ ഷോള്, അല്ലെങ്കിൽ ക്യാൻ, അല്ലെങ്കിൽ മേ, എന്നിട്ട് വെർബിന്റെ V1 ഫോം ആയിരിക്കും. V1 ഫോം ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ എന്ത് വന്നു? വില്ല് വന്നു അല്ലെ. വില്ല് കഴിഞ്ഞിട്ട് ഇവിടെ ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത്? വെർബിന്റെ V1 ഫോം ആണ്. കണ്ടോ? യു വിൽ സക്സീഡ് V1 ഫോം. കണ്ടോ? യു വിൽ ഗെറ്റ് V1 ഫോം. കണ്ടോ? ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. അപ്പൊ എന്താണ് റൂള്? ഒന്നാമത്തെ ഇഫ് ക്ലോസിന്റെ റൂൾ എന്ന് പറയുന്നത് തന്നിട്ടുള്ളതില് ആദ്യം മെയിൻ ക്ലോസ് ഏതാണ്, സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ് എന്ന് ആദ്യം തിരിച്ചറിയുക. ഒന്നാമത്തത് നമ്മൾ പഠിക്കേണ്ടത് ഇഫിനെ തുടർന്ന് വരുന്ന ഭാഗം സബോർഡിനേറ്റ് ക്ലോസ് ആണ്. പൂർണ്ണമായ അർത്ഥം തരാത്ത ഭാഗം. അതിനുശേഷമുള്ളതാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. പൂർണ്ണമായ അർത്ഥം തരുന്ന ഭാഗം. ഓക്കെ. ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും ഇത്
തന്നിട്ടുണ്ടാവുക. അതിനുശേഷം വരുന്ന വാക്ക് മെയിൻ ക്ലോസ് എങ്ങനെയായിരിക്കണം? വില്ല് ഓർ ഷോള് ഓർ ക്യാൻ, അല്ലെങ്കിൽ എന്താണ് വില്ല്, ഷോള്, ക്യാൻ അല്ലെങ്കിൽ മേ. അത് കഴിഞ്ഞിട്ട് വെർബിന്റെ V1 ഫോം ഒന്നാമത്തെ രൂപമായിരിക്കും കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് രണ്ടാമത്തെ റൂളിലേക്ക് കടക്കാം. ഓക്കെ ആണോ? വി ക്യാൻ ഗോ ടു എ മൂവി ഇഫ് യു ഡാഷ് ഇൻട്രസ്റ്റ്. വി ക്യാൻ ഗോ ടു എ മൂവി ഇഫ് യു ഡാഷ് ഇൻട്രസ്റ്റഡ്. ഇവിടെ ആൻസർ ഏതാണ് വരിക? ഇത് 2017 ചോദിച്ച പ്രീവിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ എന്താണ് വരിക? ഇഫ് യു ഡാഷ് ഇൻട്രസ്റ്റഡ് എന്താണ് വരിക? ഇഫ് യു ആർ, എന്താണ്? ഇഫ് യു ആർ ആണ് കേട്ടോ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് എന്നാണ് ആൻസർ വരിക കേട്ടോ. അതായത് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇഫ് തന്നിട്ടുണ്ട്. ഇഫ് തന്നിട്ട് പിന്നെ എന്ത് തന്നു? സബ്ജക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? ഇഫ് തന്നു. അത് കഴിഞ്ഞ് ഇഫ് പ്ലസ് സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് എന്തായിരിക്കണം? ഇഫ് സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഈസ് ഓർ ആം ഓർ ആർ, അത് കഴിഞ്ഞ് എന്ന രൂപത്തിലാണെങ്കിൽ എന്തായിരിക്കണം? മെയിൻ ക്ലോസില് സബ്ജക്റ്റ് ഏത് രീതിയിലായിരിക്കും? സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷോൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ഫോം ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇഫ് ഇവിടെ സബ്ജക്റ്റ് തന്നു, എന്നിട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വി ക്യാൻ ഗെറ്റ് അല്ലെ? വി ക്യാൻ സബ്ജക്റ്റ് നമ്മളിവിടെ ക്യാൻ പറഞ്ഞു. ക്യാൻ കഴിഞ്ഞിട്ട് V1 ഫോം ആണ് കേട്ടോ. V1 ഫോം ഗോ ടു എ മൂവി. ഇത്രയും കാര്യങ്ങള് ഇവിടെ നോക്കുക. ഇനി അടുത്തത് ഇതിന്റെ ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇഫ് ഷീ ആണ് അല്ലെ? ഷീ ഈസ് there. She is there. ഇനി ഇവിടെ എന്തായിരിക്കും? ഇവിടെ നമ്മൾ അതേ ഈ സെന്റൻസ് തന്നെ ഇവിടെ അതേ ഇത് യൂസ് ചെയ്യുക. എന്താ? യു ക്യാൻ മീറ്റ് ഹെർ. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഇത് രണ്ടാമത്തതില് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് മൂന്നാമതായിട്ട് പഠിക്കാനുള്ളത് നെക്സ്റ്റ് വേർഡ് നോക്കൂ. ഇഫ് ഐ ഹാവ് ദ മണി ഡാഷ് എ കാർ. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ എന്താ? ഞാൻ കാർ വാങ്ങിച്ചേനെ. ഇഫ് ഐ ഹാവ് ദ മണി ഐ വിൽ ബൈ കാർ. ഐ വിൽ ബൈ എ കാർ അല്ലേ? പൈസ ഉണ്ടായതിൽ പൈസ ഇല്ല. ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ് അല്ലേ? ഇഫിന് ശേഷം വരുന്ന സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഐ വിൽ ബൈ എ കാർ. ഇവിടെ എങ്ങനെയായിരിക്കും വരിക? അതായത് ഈസ് ഓർ ആം ഓർ ആർ, ഈസ് ആം ആർ അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഇങ്ങനെ വന്ന് കഴിയുന്ന സമയത്ത് എന്തായിരിക്കും ഇഫിന് ശേഷം വരുന്നത്? ഇഫ് പ്ലസ് വെർബിന്റെ V1 ഫോം ആയിരിക്കും. ഇഫ് പ്ലസ് V1 ഫോം, അതായത് വെർബിന്റെ ഏത് രൂപമായിരിക്കും? വെർബിന്റെ എസ് അല്ലെങ്കിൽ ES ഫോമില് ആയിരിക്കും കേട്ടോ. ഇതിവിടെ ഒന്ന് നോക്കി വെക്കുക. ഇവിടെ ഒരു എന്താണ്? പൈസ ഉണ്ടായിരുന്നു എങ്കിൽ പൈസ ഇല്ല. അത് നമുക്ക് ആലോചിക്കാമല്ലോ. ഇപ്പൊ അയ്യോ നമ്മൾ സ്വപ്നം കാണാറുണ്ട്. എത്ര കോടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വലിയൊരു വീട് കെട്ടിയേനെ എന്ന സ്വപ്നമൊക്കെ കാണാറില്ലേ? അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിക്കാട്ടോ. ഇവിടെ ഹാവ് എന്ന അർത്ഥത്തില് ഹാവ് ഗ്രാമർ ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്, ഒരു ഓക്സിലറി വെർബ് ആയിട്ടല്ല അവിടെ യൂസ് ചെയ്യുന്നത്. ഉണ്ടായിരുന്നു എങ്കിൽ എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അടുത്തത് അതേപോലെ നോക്കിക്കേ. അടുത്തത് നോക്കാം നമുക്ക്. ഒരു എക്സാമ്പിൾ കൂടി തരാം. ഇഫ് ഐ ഹാവ് എ ടൈം. എനിക്ക് സമയം ഉണ്ടായിരുന്നുവെങ്കിൽ, എനിക്ക് സമയം ഉണ്ടെങ്കിൽ എന്താ? എന്ത് ചെയ്തായിരുന്നു? ഐ വിൽ ഫോൺ അല്ലേ? ഞാൻ നിന്നെ വിളിച്ചേനെ. നമ്മൾ പറയാറില്ല, എന്താ നീ വിളിച്ചത് ചോദിക്കും, എനിക്ക് സമയം കിട്ടിയില്ല എന്ന് പറയും അല്ലേ? സമയം ഉണ്ടെങ്കിൽ ഐ വിൽ ഫോൺ യു. കണ്ടോ? ഇതൊന്നും. ഇനി അടുത്ത നോക്കിക്കേ. ഇഫ് യു ഹെൽപ്ഡ് മീ. അടുത്ത നാലാമത്തെ റൂളാണ്. ഇഫ് യു ഹെൽപ്ഡ് മീ, ഇവിടെ എന്താ വരിക? I would help you.
കണ്ടോ? ഇഫ് യു ഹെൽപ്ഡ് മീ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഫിന് ശേഷം വരുന്ന സബോർഡിനേറ്റ് ക്ലോസില് ഇത് ഇവിടെ ഏത് ഫോമാണ്? വെർബിന്റെ V2 ഫോമാണ് ഇവിടെ ഉള്ളത് അല്ലെ. ഇഫ് യു ഹെൽപ്ഡ്, അല്ലെ, ഹെൽപ്ഡ് സഹായിച്ചു, നീ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ, അല്ലെ, നീ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ, നേരത്തെ പറഞ്ഞതാണ് സഹായിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഐ വുഡ് ഹെൽപ്പ് യു. വുഡ് ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു റൂൾ എന്താണ് എന്ന് ചോദിച്ചാൽ, എപ്പോഴും ചോദിക്കുന്ന സമയം ഇവിടെ എന്താണ്? ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഷുഡ്, അല്ലെങ്കിൽ വുഡ്, അല്ലെങ്കിൽ കുഡ്. നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത്? അതിന്റെ എല്ലാം ഫാസ്റ്റ് കേട്ടോ. നേരത്തെ എന്താ ഇവിടെ നമ്മൾ നേരത്തെ ഫസ്റ്റ് റൂളിലൊക്കെ പഠിച്ചത്? ഷോള്, പിന്നെ ഷോള്, വില്ല്, ക്യാന്, മേ എന്നല്ലേ പറഞ്ഞത്. ഇവിടെ V2 ഫോം ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കണം? ഷാള് ഷുഡ് ആകണം, വില്ല് വുഡ് ആകണം, ക്യാൻ കുഡ് ആകണം, മേ മൈറ്റ് ആകണം കേട്ടോ. ഇഫ് യു ഹെൽപ്ഡ് മീ ഐ വുഡ് ഹെൽപ്പ് യു. ഐ വുഡ് ഹെൽപ്പ് യു. ഇത് തെറ്റിക്കാൻ പാടില്ല കേട്ടോ, ഇത് തെറ്റിക്കാൻ പാടില്ല. അടുത്തത് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ഒരു ഉദാഹരണം കൂടി നോക്കിക്കോ. ഹി വുഡ് ഗെറ്റ് ദി ജോബ്. He would get the job if he tried. നീ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ, അല്ലേ, if he tried, അവൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ അവന് എന്താണ്? ജോബ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഇവിടെ ഇഫ് ഹി ട്രൈഡ് ആണ് അല്ലേ, എന്താ? വെർബിന്റെ V2 ഫോം ആണ്. അതുകൊണ്ട് തന്നെ V2 ഫോം വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസ് എപ്പോഴും എന്തായിരിക്കണം? വുഡ് പ്ലസ് അല്ലെങ്കിൽ ഷുഡ് പ്ലസ് കുഡ് പ്ലസ് മൈറ്റ് ഏതെങ്കിലും ഒന്ന് വന്നിട്ട് അതിന്റെ ഏത് ഫോം ആയിരിക്കണം? വെർബിന്റെ V1 ഫോം തന്നെ ആയിരിക്കണം. കണ്ടോ? ഗെറ്റ് V1 ഫോം ആയിരിക്കണം കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതും അതേപോലെ തന്നെയാണ് അല്ലെ. റൂൾ പഠിച്ചത് വില്ല് അല്ലെങ്കിൽ ഷോൾ അല്ലെങ്കിൽ മേ അല്ലെങ്കിൽ ക്യാൻ എന്ന് വന്നു കഴിഞ്ഞാലും V1 ഫോം തന്നെയാണ്. ഇനി അത് വുഡായി മാറിയാലും ഷുഡായി മാറിയാലും മൈറ്റായി മാറിയാലും കുഡായി മാറിയാലും എല്ലാം പിന്നെയും ഏത് ഫോം തന്നെയാണ്? V1 ഫോം തന്നെ ആണ്. ഇവിടെ വുഡ് V1 വരണമെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള ഈ സബോർഡിനേറ്റ് ക്ലോസ്, അതായത് ഇഫിന് ശേഷം വരുന്ന സെന്റൻസിലും V2 ഫോം തന്നെ ആയിരിക്കണം. നെക്സ്റ്റ് വൺ, if the computer dash on he would send emails. If the computer dash on he would send emails. ബിവറേജ് എൽഡിക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. if the computer was on, കമ്പ്യൂട്ടർ ഓൺ ആയിരുന്നു എങ്കിൽ, അത് പാസ്റ്റ് ആണ്. വാസ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് അല്ലേ, വെർബിന്റെ V2 ഫോം അല്ലേ. ആയിരുന്നുവെങ്കിൽ he would send, കണ്ടോ? വുഡ് പ്ലസ് വെർബിന്റെ V1 ഫോം, വുഡ് സെൻഡ് ഇമെയിൽസ്. മനസ്സിലായോ? വാസ് എന്തിനു ഉപയോഗിക്കുന്നത്? പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന ഒരു ഓക്സിലറി വെർബാണ് അല്ലെ. വാസും വേറും അല്ലെ. വാസും വേറും എന്താണ്? ഒരു പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന ഒരു ഓക്സിലറി വെർബാണ്. ഇവിടെ കമ്പ്യൂട്ടർ എന്നത് ഒരു എന്താണ്? ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ വാസ് എന്ന പാസ്റ്റ് ടെൻസിലുള്ള ഒരു സിംഗുലർ ഓക്സിലറി വെർബ് ഇവിടെ എഴുതിയത്. ഇനി കമ്പ്യൂട്ടേഴ്സ് എന്നാണെങ്കിൽ ഇവിടെ എന്തായി? വേർ ആയിരുന്നേനെ അല്ലെ. അപ്പൊ ഇഫ് ദ കമ്പ്യൂട്ടർ വാസ് ഓൺ ഹി വുഡ് സെൻഡ് ഇമെയിൽസ്. ഇവിടെ റൂൾ എന്താ പഠിക്കുക? ഇഫ് പ്ലസ് സബ്ജക്റ്റ് വാസ് ഓർ വേർ വരുന്ന സമയത്ത് മെയിൻ ക്ലോസിൽ എന്തായിരിക്കണം? മെയിൻ ക്ലോസിൽ ഇത് സബോർഡിനേറ്റ് ക്ലോസ്. ഇനി മെയിൻ ക്ലോസില് സബ്ജക്റ്റ് പ്ലസ് വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് വെർബിന്റെ V1 ഫോം ആയിരിക്കണം. Next one, she would but a pony if dash enough money. She would ഇവിടെ ബൈ ആണ് കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. BUY. She would buy a pony if dash enough money. അല്ലേ, എനിക്ക് മതിയായ പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ എന്താണ്? എനിക്ക് കാശ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന അർത്ഥത്തിലാണ് ഇവിടെ അല്ലെ ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ വുഡ് ബൈ എ പോണി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ
റൂൾ എങ്ങനെയാണ് വരേണ്ടത് എന്ന് ചോദിച്ചാൽ ഇവിടെ ശ്രദ്ധിക്കട്ടെ. റൂള് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇഫ് നമ്മൾ നേരത്തെ പഠിച്ച അതേ റൂൾ തന്നെയാണ്. ഇഫ് കഴിഞ്ഞ വെർബിന്റെ V2 ഫോം, പിന്നെ വാസ്, ഓർ, വേർ, ഡിഡ് അല്ലെങ്കിൽ ഹാഡ് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്? വുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് വെർബിന്റെ V1 ഫോം ആയിരിക്കും. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും പറയുമ്പോൾ തലയിൽ കയറിയില്ല എന്ന് വരും. പക്ഷെ ഈ ക്ലാസ് 10 കഴിഞ്ഞ് പറഞ്ഞ ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു, വിത്തിൻ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോ ഇവിടെ മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? ഇഫ് ഷീ ഹാഡ് അല്ലെ, ഇഫ് ഷീ ഹാഡ് ഇനഫ് മണി, അവൾക്ക് പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ ഷീ വുഡ് ബൈ എ പോണി. കണ്ടോ, നമ്മൾ പറഞ്ഞില്ലേ ഹാഡ് കഴിഞ്ഞ വുഡ് പ്ലസ് വെർബിന്റെ V1 ഫോം ആയിരിക്കണം. ഇനി അടുത്തത് നോക്കിക്കേ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇഫ് ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ഇഫ് ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ഇവിടെ എന്ത് വരും? ഇഫ് ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് സബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞ വുഡ് അല്ലെങ്കിൽ ഷുഡ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇവിടെ വുഡ് നോട്ട് ബി ടയേർഡ്. മനസ്സിലായോ? ഇഫ് വുഡ് നോട്ട് ബി ടയേർഡ്. നെക്സ്റ്റ് വൺ, ഇഫ് ഹി ഹാഡ് ബീൻ ബെറ്റർ എഡ്യൂക്കേറ്റഡ് ഹി ഡാഷ് ബിക്കം എ ഗ്രേറ്റ് മാൻ. ഇഫ് ഹി ഹാഡ് ബീൻ ബെറ്റർ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹാഡ് ബീൻ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ഇഫ് ഹി ഹാഡ് ബീൻ ബെറ്റർ എഡ്യൂക്കേറ്റഡ് ഹി ഡാഷ് ബിക്കം എ ഗ്രേറ്റ് മാൻ. എന്താ ഇവിടെ വരിക? വുഡ് ഹാവ് എന്നാണ് ഇവിടെ വരേണ്ടത് കേട്ടോ. വുഡ് ഹാവ്. ഹാഡ് ബീൻ വന്നു കഴിഞ്ഞാൽ ഇഫ് സബോർഡിനേറ്റ് ക്ലോസില് ഹാഡ് ബീൻ എന്ന പൂർണ്ണമല്ലാത്ത ഭാഗത്തില് ഹാഡ് ബീൻ ആണ് വരുന്നതെങ്കിൽ ഇവിടെ പൂർണ്ണമായ മെയിൻ ക്ലോസിൽ വരേണ്ടത് വുഡ് ഹാവ് എന്നാണ്. വുഡ് ഹാവ് എന്നാണ്. ഇനി ഒരു ഉദാഹരണം കൂടി പറഞ്ഞു തരാം. ഇഫ് യു had been more polite, if you had been more polite, ഇവിടെ എന്ത് വരും? he കഴിഞ്ഞിട്ട് എന്ത് സബ്ജക്റ്റ് ആയിട്ട് എന്താ? വുഡ് അല്ലേ. വുഡ് ഹാവ് agreed എന്നാണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇവിടുത്തെ റൂള് എഴുതി കാണിച്ചു തരാം. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം വന്നു കഴിഞ്ഞാൽ, ഇഫ് സബ്ജക്റ്റ് ഹാഡ് പ്ലസ് ഇവിടെ എന്താ V3 ഫോം വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കണം എന്നാണ് മെയിൻ ക്ലോസിൽ വേണ്ടത്? സബ്ജക്റ്റ് പ്ലസ് വുഡ് അല്ലെങ്കിൽ കുഡ് ഓർ ഷുഡ് കേട്ടോ. അത് ഏതാകാം. അത് കഴിഞ്ഞ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് വെർബിന്റെ V3 ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇവിടെ നോക്കിക്കേ, സബ്ജക്റ്റ് വന്നില്ലേ? ഏതാ സബ്ജക്റ്റ് വന്നു? വുഡ് വന്നു, ഹാവ് വന്നു, എഗ്രീഡ്. ഏതാ? V3 ഫോം, വെർബിന്റെ V3 ഫോം. അടുത്തത്, had I known this dash. had I known this 2017 LD ക്ലർക്കിന്റെ വേരിയസ് എക്സാമിന്റെ മലപ്പുറം, തിരുവനന്തപുരം ജില്ലയിൽ നടന്ന ക്വസ്റ്റ്യൻ ആണ്. had I known this, ഇവിടെ എന്താ വരിക? ഹാഡ് ഉണ്ട്, വെർബിന്റെ V3 രൂപമുണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കണം? വുഡ് ഹാവ് എന്ന് ആയിരിക്കണം അല്ലെ. I would have kept V3 ഫോം അല്ലേ. kept him at a distance. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. ഇഫ് ഐ were a bird, ഞാൻ ഒരു ബേർഡ് ആയിരുന്നുവെങ്കിൽ I would fly away. if I were, കണ്ടോ, if I were a bird, ഞാൻ ഒരു പക്ഷി ആയിരുന്നുവെങ്കിൽ, were എന്നാണ് if ക്ലോസിൽ എങ്കിൽ ഇവിടെ would ആയിരിക്കണം. would പ്ലസ് വെർബിന്റെ V1 ഫോം ആയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച്
ഇതുവരെ ചോദിച്ച ഇഫ് ക്ലോസിൽ നിന്നുള്ള പ്രീവിയസ് ചോദ്യങ്ങളും പഠിക്കാനുണ്ട്. ഇനി ഞാൻ പറഞ്ഞതെന്ന് നേരത്തെ പറഞ്ഞു 2 മിനിറ്റ് കൊണ്ട് ഈ ഇഫ് ക്ലോസിലെ മുഴുവൻ റൂളുകളും ഇപ്പൊ പറഞ്ഞു തരാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ലേൺ വെൽ യു വിൽ പാസ്. കണ്ടോ, ഇഫ് യു ലേൺ വെൽ, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ യു വിൽ പാസ്. വില്ല് പ്ലസ് വെർബിന്റെ V1 ഫോം ആണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ റൂള് തന്നിട്ടുണ്ട്. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 വന്നു കഴിഞ്ഞാൽ, ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്തായിരിക്കണം? സബ്ജക്റ്റ് പ്ലസ് വില്ല് ഓർ ഷാള് അല്ലെങ്കിൽ ക്യാന് അല്ലെങ്കിൽ മേ പ്ലസ് വെർബിന്റെ V1 ഫോം ആയിരിക്കും കേട്ടോ. ഫസ്റ്റത്തെ റൂളാണ്. ഇഫ്, അതായത് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫിനെ തുടർന്ന് വരുന്ന ഭാഗമാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്, ഇതൊരു മെയിൻ ക്ലോസ് ആണ്. സബോർഡിനേറ്റ് ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് V1 ഫോം വന്നു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ക്ലോസിലും സബ്ജക്റ്റ് പ്ലസ് വില്ല് ഓർ ഷാള് അല്ലെങ്കിൽ മേ അല്ലെങ്കിൽ ക്യാൻ V1 ഫോം ആയിരിക്കും. ഇഫ് യു വർക്ക് ഹാർഡ്, കണ്ടോ, സബ്ജക്റ്റ് പ്ലസ് V1 ഫോം, സബ്ജക്റ്റ് പ്ലസ് V1 ഫോം. അപ്പൊ ഇവിടെ എന്താ? മെയിൻ ക്ലോസിലെ സബ്ജക്റ്റ് പ്ലസ് വില്ല് ഓർ ഷാള് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. വില്ല് അല്ലെങ്കിൽ ഷോള് അല്ലെങ്കിൽ ക്യാന് അല്ലെങ്കിൽ മേ ആയിട്ട് വരും. അപ്പൊ ഇവിടെ എന്താ? വിൽ പ്ലസ് വെർബ് V1 ഫോം ആയിരിക്കും. നെക്സ്റ്റ് വൺ നോക്കുക. ഇഫ് ഷീ ഈസ് ദർ യു ക്യാൻ മീറ്റ് ഹെർ. ഇവിടെ എന്താണ്? ഇവിടെ സബോർഡിനേറ്റ് ക്ലോസ് സബ്ജക്ട് കഴിഞ്ഞിട്ട് ഏതാണ് വന്നിരിക്കുന്നത്? ഒരു ഓക്സിലറി വെർബ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ. ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞാൽ സബ്ജക്ട് പ്ലസ് ക്യാൻ പ്ലസ് വെർബിന്റെ V1 ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ റൂളുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇഫ് ഷീ ഈസ് ദർ യു ക്യാൻ മീറ്റ് ഹെർ. ഇഫ് കഴിഞ്ഞ് സബ്ജക്ട് കഴിഞ്ഞ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വരികയാണെങ്കിലും എന്ത് തന്നെയാണ്? വില്ല് പ്ലസ് V1 ഫോം ആയിരിക്കും. രണ്ടും ഒരേ റൂള് തന്നെയാണ് കേട്ടോ. രണ്ടും ഒരേത് തന്നെയാണ്. ഇവിടെ ഈ റൂളും സെയിം തന്നെയാണ് കേട്ടോ. സബ്ജക്ട് പ്ലസ് V1 ഫോം. ഇവിടെ എന്താ വന്നത് റൂള്? ഇവിടെ സബ്ജക്റ്റ് പ്ലസ് V1 ഫോം വരുന്ന സമയത്ത് ഇവിടെ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വില്ല് പ്ലസ് V1 ഫോം വന്നു. ഇനി ഇവിടെ റൂൾ എന്താ? രണ്ടാമത്തതിൽ വന്നിട്ട് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വന്നു കഴിഞ്ഞാലും സബ്ജക്റ്റ് പ്ലസ് വില്ല് പ്ലസ് V1 ഫോം തന്നെയാണ്. ഇനി അടുത്ത് നോക്ക്. ഇഫ് ഐ ഹാവ് ദ മണി ഡാഷ് എ കാർ എന്ന് പറയുന്നത്. ഇഫ് ഐ ഹാവ് ദ മണി ഐ വിൽ ബൈ എ കാർ. ഐ വിൽ ബൈ എ കാർ. അവിടെ എന്താ? ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഹാവ് അല്ലെങ്കിൽ വന്നാലും സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1. ഇവിടെ അതേ രൂപം തന്നെയാണ്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് വന്നു കഴിഞ്ഞാലും സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1. വില്ല് അല്ലെങ്കിൽ ഷാള് ക്യാന് അല്ലെങ്കിൽ മേ വരും കേട്ടോ. അത് കഴിഞ്ഞ് V1. അപ്പൊ ഈ മൂന്നും ഒരേ റൂള് തന്നെയാണ് കേട്ടോ. ഈ മൂന്ന് തന്നിട്ടുള്ളതും ഒരേ റൂള് തന്നെയാണ്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ V1 ഫോം വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1. സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1. ഇവിടെ സബ്ജക്റ്റ് കഴിഞ്ഞ ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞ V1 ഫോം വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വില്ല് പ്ലസ് V1. ഈ മൂന്ന് റൂളും പഠിച്ചല്ലോ. ഇനി അടുത്തത് ഇഫ് യു ഹെൽപ്ഡ് മീ. ഇവിടെ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ വെർബിന്റെ V2 രൂപം വന്നു. അപ്പൊ എന്ത് ചെയ്യണം? സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബിന്റെ V2 രൂപം എഴുതിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? സബ്ജക്റ്റിന്റെ കഴിഞ്ഞിട്ട് ഏത് രൂപം എഴുതണം? സബ്ജക്റ്റ് കഴിഞ്ഞ് V2 രൂപം വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കണം എഴുതേണ്ടത്? സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് V1 ഫോം ആയിരിക്കണം. എന്താ ഇവിടെ വില്ല് വരാത്തത്? ഇവിടെ വുഡ് വരാൻ കാരണം എന്താണ്? ഇവിടെ വെർബിന്റെ രണ്ടാമത്തെ രൂപം വന്നത് കൊണ്ടാണ് കേട്ടോ. ഇവിടെ വെർബിന്റെ V1 ഫോം ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? വില്ല് എഴുതാം. പക്ഷെ ഇവിടെ V2 ഫോം ആയതുകൊണ്ടാണ് ഇവിടെ വുഡ് വന്നത് കേട്ടോ. ഇത് റൂൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് വൺ. ഇഫ് ദ കമ്പ്യൂട്ടർ വാസ് ഓൺ ഹി വുഡ് സെൻഡ് ഇമെയിൽസ്. അല്ലെ, ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഇവിടെ സബ്ജക്റ്റ് വന്നു അല്ലെ. സബ്ജക്റ്റ് വന്നു കഴിഞ്ഞിട്ട് വാസ് അല്ലെങ്കിൽ വേറ് വന്നു കഴിഞ്ഞാലും എന്ത് തന്നെയാണ് എഴുതേണ്ടത്? സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് V1 ഫോം എഴുതണം കേട്ടോ. നേരത്തെ പറഞ്ഞതിന്റെ അതേ റൂൾ തന്നെയാണ്.
സബ്ജക്റ്റ് കഴിഞ്ഞ് വാസ് അല്ലെങ്കിൽ വേർ. വാസും വേറും എന്താ എന്തിനെയാ സൂചിപ്പിക്കുന്നത്? അതൊരു പാസ്റ്റ് ടെൻസിനെയല്ലേ, കഴിഞ്ഞ കാലത്തെയല്ലേ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടും ഇവിടെ എന്ത് തന്നെയാണ്? വുഡ് പ്ലസ് V1 ഫോം തന്നെയാണ് വരുന്നത്. അടുത്തത് ഇഫ് ഷീ ഹാഡ് ഇനഫ് മണി. എനിക്ക് പൈസ ഉണ്ട്, അവൾക്ക് പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ ഷീ വുഡ് ബൈ എ ഫോൺ അല്ലേ. ഇവിടെ എന്താണ്? സബ്ജക്റ്റ് വന്നു. സബ്ജക്റ്റ് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എന്താ? ഹാഡ് ആണ് വന്നിരിക്കുന്നത് അല്ലെ. ഹാഡ് വന്നതിലും എന്ത് തന്നെയാണ് ഇതിന്റെ? സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് V1 ഫോം തന്നെ എഴുതണം. മനസ്സിലായോ? ഇഫ് ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഐ വുഡ് നോട്ട് ബി ടയേർഡ്. ഇനി അടുത്ത് നോക്കുക. ഇഫ് ഐ ഹാഡ് ഇൻ ടു റൺ ഫ്രം ദ സ്നേക്ക് വുഡ് ഹാവ് കിൽഡ് മീ. ഇവിടെ ഹാഡ് അല്ലെ, ഇവിടെ സബ്ജക്റ്റ് വന്നു. ഇവിടെ ഹാഡ് കഴിഞ്ഞ് വെർബിന്റെ V3 വന്നു. ഇവിടെ ഹാഡ് വന്നു, ഇവിടെ റൺ V3 വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റ് എഴുതി വുഡ് ഹാവ്. വുഡ് കഴിഞ്ഞിട്ട് ഏത് എഴുതണം? ഹാവ് എഴുതി വെർബിന്റെ V3 രൂപം എഴുതണം. അടുത്തത് ഇഫ് ഐ ഹാഡ് എ മില്യൺ പൗണ്ട്സ് ഐ വുഡ് ആൻ എസ്റ്റേറ്റ്. ഇഫ് ഐ ഹാഡ് എ മില്യൺ പൗണ്ട്സ്. ഇവിടെ ഹാഡ് കഴിഞ്ഞിട്ട് ഇവിടെ സബ്ജക്റ്റ് വന്നു. എന്നിട്ട് ഹാഡ് കഴിഞ്ഞിട്ട് V3 ഫോം അല്ല വന്നിരിക്കുന്നത്, വെർബിന്റെ V3. ഇവിടെ റൺ എന്നത് V3 ആണ്. ഇവിടെ V3 വന്നിട്ടില്ല. ഇവിടെ ഒരു മില്യൺ എന്നുള്ളത് ഒരു വെർബ് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മെയിൻ ക്ലോസില് സബ്ജക്റ്റ് പ്ലസ് വുഡ് മാത്രം, വുഡ് പ്ലസ് V1 ഫോം ആണ് എഴുതേണ്ടത്. മനസ്സിലായോ? വുഡ് ഹാവ് എന്ന് ഒരിക്കലും എഴുതരുത്. കാരണം ഹാഡ് കഴിഞ്ഞിട്ട് V3 ഫോം വന്നാൽ മാത്രമേ, വെർബിന്റെ മൂന്നാമത്തെ രൂപം വന്നാൽ മാത്രമാണ് ഏത് എഴുതാൻ പാടുകയുള്ളൂ? വുഡ് ഹാവ് എന്ന് എഴുതാൻ പാടുകയുള്ളൂ. അടുത്തത് ഇഫ് ഹി ഹാഡ് ബീൻ ബെറ്റർ എഡ്യൂക്കേറ്റഡ്. ഇവിടെ ഹാഡ് ബീൻ സബ്ജക്റ്റ് എഴുതി, ഹാഡ് എഴുതിയിട്ട് ബീൻ കണ്ടോ, വെർബിന്റെ V3 രൂപം വന്നു. അതുകൊണ്ട് തന്നെ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം? ഹാവ് എഴുതണം. എന്നിട്ട് V3 ഫോം എഴുതണം. അടുത്ത റൂൾ നോക്കുക. ഹാഡ് ഐ നോൺ ദിസ്. ഹാഡ് ഐ നോൺ ദിസ്. ഇവിടെ ഹാഡ് കഴിഞ്ഞിട്ട് ഏതാണ്? വെർബിന്റെ V2 രൂപമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് എഴുതി? വുഡ് ഹാവ്. കണ്ടോ, വുഡ് ഹാവ് പ്ലസ് V3 ഫോം എഴുതി. അടുത്തത് ഇഫ് ഐ വേർ എ ബേർഡ്. ഞാൻ പക്ഷി ആയിരുന്നുവെങ്കിൽ. ഇവിടെ വേർ ആണ് അല്ലെ. വേർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? വാസ് അല്ലെങ്കിൽ വേർ ഒരു സാങ്കല്പികമാണ് അല്ലെ. അപ്പൊ എന്ത് എഴുതണം? വുഡ് പ്ലസ് V1 ഫോം എഴുതണം എന്ന് നമ്മൾ പറഞ്ഞു. ഇതൊന്ന് പഠിച്ചു നോക്ക. ഇഫ് ക്ലോസില് സെന്റൻസ് ഇങ്ങനെ വന്നാൽ മെയിൻ ക്ലോസിൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഇവിടെ പഠിച്ചു വെച്ചാൽ മതി. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ് വന്നത് എങ്കിൽ ഇവിടെ എന്തായിരിക്കണം? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1. ഇനി സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ രണ്ടാമത്തെ രൂപമാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് V1. ഇനി സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ് എങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇനി സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് വെർബിന്റെ V1 രൂപമാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1. ഇനി സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വാസ് അല്ലെങ്കിൽ വേർ ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് V1. ഇനി സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വില്ല് പ്ലസ് V1 ഫോം ആയിരിക്കും. സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാഡ് കഴിഞ്ഞിട്ട് വെർബിന്റെ മൂന്നാമത്തെ രൂപം അല്ല എങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് V1 ഫോം. നന്നായിട്ട് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ, ഈ ഒരു ബോക്സ് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചാൽ തന്നെ എന്താണ് നമുക്ക് ഇഫ് ക്ലോസ് പൂർണ്ണമായിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഹാഡ് കഴിഞ്ഞിട്ട് V3 ഫോം വന്നാൽ മാത്രമാണ്, വെർബിന്റെ മൂന്നാമത്തെ രൂപം വന്നാൽ മാത്രമാണ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വുഡ് ഹാവ് V3 വരുള്ളൂ കേട്ടോ. ഇനി V3 സബ്ജക്റ്റ് ഹാഡ് കഴിഞ്ഞിട്ട് എപ്പോഴും നോക്കണം, ഹാഡ് കഴിഞ്ഞിട്ട് വെർബിന്റെ മൂന്നാമത്തെ രൂപമാണോ വന്നിട്ടുള്ളത് എന്ന്. വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വുഡ് ഹാവിന് കഴിഞ്ഞിട്ട് V3 രൂപം കൊടുക്കാൻ പാടുള്ളൂ. ഹാഡ് കഴിഞ്ഞിട്ട് വെർബിന്റെ മൂന്നാമത്തെ രൂപം അല്ല എങ്കിൽ വുഡ് പ്ലസ് V1 ഫോം മാത്രമാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ.